ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മൾ 30 ദിവസം ഒരു ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മളൊരു കോൺവെർസേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതും കൂടെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 30 ദിവസങ്ങളിലായിട്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ പറയുന്ന പല കോൺവെർസേഷൻസുമാണ് പറയുന്നത്. ഓരോ കോൺവെർസേഷനും കേട്ട് അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം നമുക്കത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യും കൂടെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അരുണും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അരുൺ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയി വന്നതിന് ശേഷം വയറുവേദന ഉണ്ടാവുകയാണ്. ഇതിനെ കുറിച്ചിട്ട് അരുണും അമ്മയും കൂടെ സംസാരിക്കുന്നതാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കോൺവെർസേഷൻ കഴിഞ്ഞതിന് ശേഷം 4 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യും കൂടെ ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അരുൺ അമ്മയോട് പറയാണ്, അമ്മ എനിക്ക് തീരെ സുഖമില്ല മമ്മി. ഐ ഡോണ്ട് ഫീൽ വെരി വെൽ. ഐ ഡോണ്ട് ഫീൽ വെരി വെൽ എന്ന് വെച്ചാൽ എനിക്ക് തീരെ സുഖമില്ല. അപ്പോൾ അമ്മ അരുണിനോട് ചോദിക്കുകയാണ്, നിന്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ അല്ലെങ്കിൽ ജന്മദിനാഘോഷത്തിൽ നീ പങ്കെടുത്തില്ലേ? ഡിഡ് യു നോട്ട് അറ്റൻഡ് യുവർ ഫ്രണ്ട്സ് ബർത്ത്ഡേ സെലിബ്രേഷൻ? അറ്റൻഡ് പങ്കെടുക്കുക അല്ലെങ്കിൽ പങ്കുകൊള്ളുക. ഡിഡ് യു നോട്ട് അറ്റൻഡ് നീ പങ്കെടുത്തില്ലേ? സെലിബ്രേഷൻ ആഘോഷം. യുവർ ഫ്രണ്ട്സ് ബർത്ത്ഡേ സെലിബ്രേഷൻ നിന്റെ സുഹൃത്തിൻ്റെ ജന്മദിനാഘോഷം. ഡിഡ് യു നോട്ട് അറ്റൻഡ് യുവർ ഫ്രണ്ട്സ് ബർത്ത്ഡേ സെലിബ്രേഷൻ നിന്റെ സുഹൃത്തിൻ്റെ ജന്മദിനാഘോഷത്തിൽ നീ പങ്കെടുത്തില്ലേ? ഇതിന് മറുപടിയായിട്ട് അരുൺ പറയുകയാണ്, ആഘോഷത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അത് ശരിക്കും ആസ്വാദികരമായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ വയറ് വേദനിക്കുന്നു. ഐ വാസ് there at the celebration. It was really enjoyable. But now my stomach hurts. ഐ വാസ് there at the celebration. സെലിബ്രേഷനിൽ അല്ലെങ്കിൽ ആഘോഷത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി എൻജോയബിൾ. എൻജോയബിൾ എന്ന് വെച്ചാൽ ആനന്ദദായകമായ അല്ലെങ്കിൽ ആസ്വാദികരമായ എന്നൊക്കെയാണ് അർത്ഥം. ഇറ്റ് വാസ് റിയലി എൻജോയബിൾ. അത് ശരിക്കും ആസ്വാദികരമായിരുന്നു. ബട്ട് നൗ പക്ഷേ ഇപ്പോൾ മൈ സ്റ്റൊമക്ക് ഹേർട്സ്. സ്റ്റൊമക്ക് ഹേർട്സ് എന്ന് വെച്ചാൽ വയറ് വേദനിക്കുന്നു. ബട്ട് നൗ മൈ സ്റ്റൊമക്ക് ഹേർട്സ് പക്ഷേ ഇപ്പോൾ എൻ്റെ വയറ് വേദനിക്കുന്നു. ഇത് കേട്ട് അമ്മ ചോദിക്കുകയാണ്, പാർട്ടിയിൽ നീ ഒരുപാട് ഭക്ഷണം കഴിച്ചോ? ഡിഡ് യു ഈറ്റ് ടു മച്ച് ഫുഡ് അറ്റ് എ പാർട്ടി? ഡിഡ് യു ഈറ്റ് എന്ന് വെച്ചാൽ നീ ഭക്ഷണം കഴിച്ചോ? ടു മച്ച് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ എന്നാണ് അർത്ഥം. ഡിഡ് യു ഈറ്റ് ടു മച്ച് ഫുഡ് അറ്റ് എ പാർട്ടി? നീ പാർട്ടിയിൽ അമിതമായി ഭക്ഷണം കഴിച്ചോ? ഇത് കേട്ട് അരുൺ പറയുകയാണ്, ഞാൻ അങ്ങനെ കരുതുന്നു. ഐ തിങ്ക് സോ. തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക അല്ലെങ്കിൽ കരുതുക എന്നൊക്കെയാണ് അർത്ഥം. ഐ തിങ്ക് സോ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കരുതുന്നു. വീണ്ടും അമ്മ ചോദിക്കുകയാണ്, നീ എന്താണ് കഴിച്ചത്? വാട്ട് ഡിഡ് യു ഈറ്റ്? വാട്ട് ഡിഡ് യു ഈറ്റ്? ഇതിന് മറുപടിയായി അരുൺ പറയുകയാണ്, പിസ്സ, കേക്ക്, ഐസ്ക്രീം ആൻഡ് പൊട്ടാറ്റോ ചിപ്സ്. പിസ്സ, കേക്ക്, ഐസ്ക്രീം പിന്നെ ഉരുളക്കിഴങ്ങ് ചിപ്സും. ഇത് കേട്ട് അമ്മ പറയുകയാണ്, നീ ഒരുപാട് ഭക്ഷണം കഴിച്ചു. യു കൺസ്യൂംഡ് എ ലോട്ട് ഓഫ് ഫുഡ്. കൺസ്യൂം എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുക, ഉപയോഗിച്ച് തീർക്കുക. ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. യു കൺസ്യൂംഡ് എ ലോട്ട് ഓഫ് ഫുഡ്. എ ലോട്ട് എന്ന് വെച്ചാൽ ഒരുപാട്. നീ ധാരാളം ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണം കഴിച്ചു. വീണ്ടും അരുൺ പറയുകയാണ്, ഞാൻ കുക്കീസും പോപ്കോണും കഴിച്ചു. ഐ ഓൾസോ ഹാഡ് കുക്കീസ് ആൻഡ് പോപ്കോൺ. ഇവിടെ ഹാഡ് വെച്ചിട്ടുള്ളത് കഴിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. ഐ ഓൾസോ ഹാഡ് കുക്കീസ് ആൻഡ് പോപ്കോൺ. ഇതൊക്കെ കേട്ട് അമ്മ പറയുകയാണ്, അരുൺ അതുകൊണ്ടാണ് നിനക്ക് വയറ് വേദനിക്കുന്നത്. നീ വളരെയധികം ഭക്ഷണം കഴിച്ചു. എന്തിനാ ഇത്രയും കഴിച്ചത്? അരുൺ ദാറ്റ്സ് വൈ യുവർ സ്റ്റൊമക്ക് ഹേർട്സ്. യു ഏറ്റ് ടു മച്ച്. വൈ ഡിഡ് യു ഈറ്റ് സോ മച്ച്? അരുൺ ദാറ്റ്സ് വൈ യുവർ സ്റ്റൊമക്ക് ഹേർട്സ്. ദാറ്റ്സ് വൈ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ദാറ്റ്സ് വൈ യുവർ സ്റ്റൊമക്ക് ഹേർട്സ് അതുകൊണ്ടാണ് നിന്റെ വയറ് വേദനിക്കുന്നത്. യു ഈറ്റ് ടു മച്ച്. ഏറ്റ് കഴിച്ചു. ടു മച്ച് വളരെ കൂടുതൽ. യു ഏറ്റ് ടു മച്ച് നീ വളരെയധികം കഴിച്ചു. വൈ ഡിഡ് യു ഈറ്റ് സോ മച്ച്? എന്തുകൊണ്ടാണ് നീ ഇത്രയും കഴിച്ചത്? ഇതിന് മറുപടിയായിട്ട് അരുൺ പറയുകയാണ്, എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. എല്ലാം രുചികരമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അമിതമായി കഴിച്ചത് മമ്മി. ഐ വാസ് ഹംഗ്രി ആൻഡ് എവറിത്തിങ് വാസ് ഡെലീഷ്യസ്. ദാറ്റ്സ് വൈ ഐ ഏറ്റ് ടു മച്ച് മമ്മി. ഐ വാസ് ഹംഗ്രി. ഹംഗ്രി നല്ല വിശപ്പുള്ള. ഐ വാസ് ഹംഗ്രി എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ആൻഡ് എവറിത്തിങ് വാസ് ഡെലീഷ്യസ്. ഡെലീഷ്യസ് എന്ന് വെച്ചാൽ സ്വാദിഷ്ടം അല്ലെങ്കിൽ രുചികരം എന്നൊക്കെയാണ് അർത്ഥം. എവറിത്തിങ് എല്ലാം. എവറിത്തിങ് വാസ് ഡെലീഷ്യസ് എല്ലാം രുചികരമായിരുന്നു. ദാറ്റ്സ് വൈ ഐ ഏറ്റ് ടു മച്ച്. ദാറ്റ്സ് വൈ അതുകൊണ്ടാണ്. ദാറ്റ്സ് വൈ ഐ ഏറ്റ് ടു മച്ച് അതുകൊണ്ടാണ് ഞാൻ അമിതമായി കഴിച്ചത്. ഇത് കേട്ട് അമ്മ പറയുകയാണ്, അരുൺ നീ കുറച്ചു നേരം പോയി കിടക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നിനക്ക് സുഖം തോന്നുന്നില്ലെങ്കിൽ നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകാം. അരുൺ ഐ തിങ്ക് യു ഷുഡ് ഗോ ലൈ ഡൗൺ ഫോർ എ വൈൽ. ഇഫ് യു ഡോണ്ട് ഫീൽ ബെറ്റർ then we can go to the doctor. I think you should go lie down for a while. Think എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, തോന്നുക, കരുതുക ഇതൊക്കെയാണ് അർത്ഥം. ഐ തിങ്ക് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു. ഗോ പോവുക.
ലൈ ഡൗൺ എന്ന് പറഞ്ഞാൽ കിടക്കുക അല്ലെങ്കിൽ അല്പം വിശ്രമിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഫോർ എ വൈൽ എന്ന് പറഞ്ഞാൽ അല്പനേരത്തേക്ക്. ഐ തിങ്ക് യു ഷുഡ് ഗോ ലൈ ഡൗൺ ഫോർ എ വൈൽ. നീ കുറച്ച് നേരം പോയി കിടക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇഫ് യു ഡോണ്ട് ഫീൽ ബെറ്റർ, നിനക്ക് സുഖം തോന്നുന്നില്ലെങ്കിൽ, ദെൻ വി ക്യാൻ ഗോ ടു ദ ഡോക്ടർ. നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകാം. ഇത് കേട്ട് അരുൺ ശരി അമ്മയെന്ന് പറയുകയാണ്. ഓക്കെ മമ്മി. ഇതിനിടയിൽ അരുൺ എങ്ങോട്ടോ പോവാണ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, അരുൺ വേർ ആർ യു ഗോയിങ്? അരുൺ നീ എവിടെ പോകുന്നു? ഇതിന് മറുപടിയായിട്ട് അരുൺ പറയുകയാണ്, മമ്മി ആദ്യം എനിക്ക് ബാത്റൂമിൽ പോകണം. മമ്മി ഐ നീഡ് ടു ഗോ ടു ദ ബാത്റൂം ഫസ്റ്റ്. ഐ നീഡ് ടു ഗോ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകേണ്ടതുണ്ട്. ഐ നീഡ് ടു ഗോ ടു ദ ബാത്റൂം ഫസ്റ്റ്. എനിക്ക് ആദ്യം ബാത്റൂമിൽ പോകണം. അപ്പോൾ അമ്മ പറയുകയാണ്, ശരി അരുൺ, അത് കഴിഞ്ഞ് വിശ്രമിക്കൂ. ഓക്കെ അരുൺ, ടേക്ക് റെസ്റ്റ് ആഫ്റ്റർ ദാറ്റ്. ഓക്കെ അരുൺ, ശരി അരുൺ. ടേക്ക് റെസ്റ്റ്. ടേക്ക് റെസ്റ്റ് എന്ന് വെച്ചാൽ വിശ്രമിക്കൂ. ആഫ്റ്റർ ശേഷം. ആഫ്റ്റർ ദാറ്റ് അതിന് ശേഷം. ഓക്കെ അരുൺ, ടേക്ക് റെസ്റ്റ് ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം. ഉത്തരങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വേർ ഡിഡ് അരുൺ ഗോ ടുഡേ? എ സൂപ്പർ മാർക്കറ്റ്, ബി സ്കൂൾ, സി ഫ്രണ്ട്സ് ഹൗസ്, ഡി ബർത്ത്ഡേ പാർട്ടി. വാട്ട് ഡിഡ് അരുൺ ഡു? എ he ate too much, B he played outside, C he lied to his mummy, D he overslept. How is Arun feeling? A happy, B sad, C angry, D sick. What does Arun's mom tell him to do? A watch TV, B play outside, C lie down, D do his homework. ഇനി നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ആദ്യം അരുൺ പറയുന്നത് ഞാൻ പറയും, അമ്മ പറയുന്നത് നിങ്ങൾ പറയാം. അത് പറയാനായിട്ടുള്ള കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട്. പറയുന്ന സമയത്ത് ഒച്ചത്തിൽ തന്നെ പറയാം. മമ്മി ഐ ഡോണ്ട് ഫീൽ വെരി വെൽ. I was there at the celebration. It was really enjoyable, but now my stomach hurts. I think so. Pizza, cake, ice cream, and potato chips. I also had cookies and popcorn. I was hungry and everything was delicious. That's why I ate too much, Mummy. Okay, Mummy. Mummy, I need to go to the bathroom first. അപ്പം ഇനി നമുക്ക് നേരെ തിരിച്ച് പറയാം. അമ്മ പറയുന്നത് ഞാൻ പറയും, അരുൺ പറയുന്നത് നിങ്ങൾ പറയാം. പറയുന്ന സമയത്ത് ഒച്ചത്തിൽ തന്നെ പറയാം. Did you not attend your friend's birthday celebration? Did you eat too much food at the party? What did you eat? You consumed a lot of food. Arun, that's why your stomach hurts. You ate too much. Why did you eat so much? Arun, I think you should go lie down for a while. If you don't feel better, then we can go to the doctor. Arun, where are you going? Okay Arun, take rest after that. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ അടുത്ത കോൺവെർസേഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.